മലപ്പുറം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ഇതോടെ രൂക്ഷഗന്ധം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. സംഭവത്തിൽ പ്രതിഷേധവുമായി LDF ജനപ്രതിനിധികളും രംഗത്തെത്തി. ശനിയാഴ്ച രാത്രി 7:30-നാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് അഗ്നിരക്ഷാസേന, ട്രോമ കെയർ, നാട്ടുകാർ എന്നിവരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തീപിടിച്ചതിനാൽ വിഷവാതകമുയരുന്ന സ്ഥിതിയുണ്ടാവുകയും രൂക്ഷഗന്ധം വമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ബുദ്ധിമുട്ടിലായതായി സമീപവാസികൾ പറഞ്ഞു. ഷെഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ ഈ വേസ്റ്റ് കൊടുത്തിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഷെഡ് മാത്രം കൊടുത്തിടും, അത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഇതിങ്ങനെ വേസ്റ്റ് എന്തൊരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും എല്ലാവർക്കും. ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞാലും. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയല്ലാതെ ഗ്രാമപഞ്ചായത്ത് തുടർ നടപടികൾ സ്വീകരിക്കാത്തതാണ് തീപിടുത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് LDFന്റെ പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. MCFകളിൽ നിന്ന് സമയബന്ധിതമായി വേർതിരിച്ച് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തത ഫലമാണ് നമ്മൾ ഇന്നിവിടെ കണ്ട ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. വീടുകളാണ് ഇവിടെ, ഇങ്ങനെ അടുത്തടുത്ത് വീടുകളാണ്. ജനവാസ മേഖലകളിൽ MCFകൾ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അവയൊന്നും പാലിക്കാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ സംവിധാനത്തിനെതിരെ LDF അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ പ്രതികരിച്ചെങ്കിലും അത് മുഖവിലക്കെടുക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്നുമാണ് ആരോപണം. മാലിന്യം കൂട്ടിയിട്ടത് ജനജീവിതത്തിന് വെല്ലുവിളിയായി മാറിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതികൾ പൂർണ്ണ പരാജയമാണെന്നും ഇതിനായി പഞ്ചായത്ത് നിയോഗിച്ച ഏജൻസിയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണം ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.